Okay, dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ചാപ്റ്റർ ആയ കോമ്പണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ആ സെക്കൻഡ് പാർട്ടിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അതിൽ ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. The input devices are used to feed the data instructions into the system. സിസ്റ്റത്തിനകത്തേക്ക് ഡാറ്റയെയോ അതുപോലെ ഇൻസ്ട്രക്ഷനെയോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസസുകൾ. ഓക്കെ, ചില കേസ് നമുക്ക് കുട്ടികളുടെ പേര് എൻ്റർ ചെയ്യേണ്ടി വരും, മറ്റുള്ള ഡാറ്റ ഇൻപുട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിനകത്തേക്ക് സിസ്റ്റത്തിന് പുറമേ ഇന്ന് വാല്യൂസ് ഡാറ്റകളോ ഇൻസ്ട്രക്ഷനോ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. ഓക്കെ, ഈ ഇൻപുട്ട് ഡിവൈസ് എന്താ ചെയ്യുന്നത്, യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാണ് ആര് ചെയ്യുന്നത്, ഇൻപുട്ട് ഡിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഡിവൈസുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ് ഒട്ടുമിക്ക എല്ലാ ഇൻപുട്ട് ഡിവൈസുകളും, എങ്കിൽ കൂടി നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് റീഡർ, ക്വിക്ക് റെസ്പോൺസ് റീഡർ, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റിക്കഗ്നീഷൻ, ഡിജിറ്റൽ ക്യാമറ. ഓക്കെ, ഇത്രയും നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകളും നമുക്ക് അറിയുന്ന കേസാണ്. ഇത്രയും നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസുകൾ. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കീബോർഡാണ്. എന്താണ് കീബോർഡ് നോക്കാം. ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകളും കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്, കീബോർഡ്. ഇറ്റ് അലോസ് ദി യൂസർ ഇൻപുട്ട് ആൽഫബറ്റ്സ്, നമ്പർ ആൻഡ് അതർ ക്യാരക്ടേഴ്സ്. ഇതെന്തിനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, യൂസർക്ക് ആൽഫാബറ്റ്സ് പോലുള്ള ഇൻപുട്ട്, നമ്പർ പോലുള്ള ഇൻപുട്ട്, അതുപോലെ ക്യാരക്ടേഴ്സ് പോലുള്ള ഇൻപുട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ഓക്കെ, ഇറ്റ് ഫോളോസ് ദി ആസ്കി. ആസ്കി മെത്തേഡാണ് ആര് ഫോളോ ചെയ്യുന്നത്, കീബോർഡ് ഫോളോ ചെയ്യുന്നത്. ആസ്കി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്ന സ്റ്റാൻഡേർഡാണ് ആര് കീപ്പ് ചെയ്യുന്നത്, കീബോർഡ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, കീബോർഡിൽ ഇത്രയും നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, അതിനകത്ത് ഒരു സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ സ്കോർ ചെയ്ത ഏരിയ പറയുന്ന പേരാണ് ന്യൂമറിക് കീപാഡ്. ഓക്കെ, ന്യൂമറിക് കീപാഡ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂമറിക് കീപാഡിൻ്റെ ഉദ്ദേശം എന്താണ്, താഴെ പറഞ്ഞിട്ടുണ്ട്. ന്യൂമറിക് കീപാഡ് ഈസ് യൂസ് ടു ഫാസ്റ്റ് എൻറ്ററിങ് ഓഫ് ന്യൂമറിക് വാല്യൂസ്. ന്യൂമറിക് വാല്യൂസ് വളരെ ഫാസ്റ്റായി എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത് ന്യൂമറിക് കീപാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂമറിക് വാല്യൂസ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യേണ്ട കേസ് വരും. ഓക്കെ, അതേസമയം ന്യൂമറിക് കീസ് ഇവിടെയുണ്ട്. ഓക്കെ, ഇത് സ്പ്രെഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത് ന്യൂമറിക് വാല്യൂസ്. നമുക്ക് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ന്യൂമറിക് വാല്യൂസ് അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ന്യൂമറിക് വാല്യൂസ് എൻ്റർ ചെയ്യാൻ ഏത് ഹെൽപ്ഫുള്ളാണ്, ന്യൂമറിക് കീപാഡ് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അത്രയാണ് കീബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് മൗസ് ആണ്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് ഈസ് എ ഇൻപുട്ട് പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാൻ, സെലക്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൗസ് യൂസ് ചെയ്യാം. ഓക്കെ, മൗസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗസ് അവൈലബിൾ ആണ്. ബാൾ മൗസ് ഉണ്ട്, ഇറ്റ്സ് എ ഓൾഡസ്റ്റ് മെത്തേഡ്, ആൻഡ് ഒപ്റ്റിക്കൽ മൗസ്, ദെൻ എസ് എ ലേസർ മൗസ്. ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇമേജ് നമുക്കറിയാം, മൗസ് എന്താണെന്ന് അറിയാം. ഓക്കെ, അടുത്ത ലൈറ്റ് പെൻ ആണ്. ലൈറ്റ് പെൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് അനദർ പോയിന്റിംഗ് ഡിവൈസ് ഷേപ്പ് ലൈക്ക് എ പെൻ. ഒരു പേനയുടെ ഷേപ്പുള്ള ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് എന്ത്, ലൈറ്റ് പെൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഡിവൈസ് നമ്മൾ പഠിച്ചത് ലൈറ്റ് പെൻ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഡ്രോ ഡയറക്ട്ലി ഓൺ ദി സ്ക്രീൻ. സ്ക്രീനിനെ മുകളിൽ ഡയറക്റ്റ് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക പോയിന്റിംഗ് ഡിവൈസ് ആണ് എന്ത്, ലൈറ്റ് പെൻ. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സ്ക്രീനിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്, ലൈറ്റ് പെൻ. ഓക്കെ, are used by engineers, artists and fashion designers. ഓക്കെ, ഇവരൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, സ്ക്രീൻ ഇതാണ്. സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേന യൂസ് ചെയ്തിട്ട് ഇങ്ങനെ
റൈറ്റ് ചെയ്യാം, ഡ്രോ ചെയ്യാം. അപ്പോൾ അതേപോലെ മെമ്മറിക്കകത്തും അത് വരയ്ക്കപ്പെടും. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത, ലൈറ്റ് പെന്നിൻ്റെ പ്രത്യേകത. വൺസ് അഗെയിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ഡയറക്ട്ലി ഓൺ ദി സ്ക്രീൻ. സ്ക്രീനിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. ഓക്കെ, നെക്സ്റ്റ് ടച്ച് സ്ക്രീൻ. It allows the user to operate by simple touch on the display screen. വളരെയധികം ഫെമിലിയർ ആണ്. സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എക്സാമ്പിൾ ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ, ATM, റെയിൽവേ എൻക്വയറി സിസ്റ്റം. ഇതൊക്കെ എന്താണ്, ടച്ച് സ്ക്രീൻ എന്ന ഇൻപുട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫിക് ടാബ്ലറ്റ് ആണ്. എന്താണ് ഗ്രാഫിക് ടാബ്ലറ്റ്? It consists of an electronic writing area and a special pen. ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും, മാത്രമല്ല ഒരു സ്പെഷ്യൽ പെൻ ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ. ഇറ്റ് അലോസ് ആർട്ടിസ്റ്റ് ടു ക്രിയേറ്റ് ഗ്രാഫിക്കൽ ഇമേജസ് വിത്ത് മോഷൻ ആൻഡ് ആക്ഷൻ സിമിലർ ടു ട്രഡീഷണൽ ഡ്രോയിങ് ടൂൾ. സാധാ കേസ് നമ്മൾ പെൻസിലോ പേനയോ യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കാറുണ്ട്, ഡ്രോയിങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാം. അതാണ് നമുക്ക് ഗ്രാഫിക് പെൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡിവൈസ്. ഓക്കെ, ഇമേജ് വരയ്ക്കുന്ന പോലെ സാധാ കേസിൽ നമ്മൾ പെൻസിലും പേനയൊക്കെ യൂസ് ചെയ്തിട്ട് ഇമേജ് വരയ്ക്കുന്ന പോലെ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതാണ് എന്ത്, ഗ്രാഫിക് ടാബ്ലറ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടച്ച് പാഡ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. ഇറ്റ് ഈസ് പോയിന്റിംഗ് ഡിവൈസ്. ഇറ്റ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, യൂസ്ഡ് ഇൻ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. സാധാ കേസിൽ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കാണും ഈ ഒരു ഏരിയ. അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, പോർട്ടബിൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് അലോസ് ടു മൂവ് ദി മൗസ് പോയിന്റർ വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ മൗസ്. എക്സ്റ്റേണൽ മൗസ് ഇല്ലാണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫിംഗർ ഓൺ ടച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൗസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്ത് പോയിന്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പറയുന്നത് ടച്ച് പാഡ്. ഓക്കെ, നെക്സ്റ്റ് ജോയ്സ്റ്റിക് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലേയിങ് വീഡിയോ ഗെയിംസ്. വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ജോയ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോളിങ് ട്രെയിനിങ് സിമുലേറ്റേഴ്സ് ആൻഡ് റോബോട്ട്സ്. ട്രെയിനിങ്ങിന് സിമുലേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത്. It is used for playing video games. വീഡിയോ ഗെയിംസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ജോയ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺട്രോളിങ് ട്രെയിനിങ് സിമുലേറ്റേഴ്സ് ആൻഡ് റോബോട്ട്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ജോയ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സിമുലേഷൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് അനദർ പോയിന്റിംഗ് ഡിവൈസ്. ഇത് മറ്റൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൈക്രോഫോൺ. ഇറ്റ് ഈസ് യൂസ് ടു ഇൻപുട്ട് ദി സൗണ്ട് ഇൻ ടു ദി സിസ്റ്റം. സിസ്റ്റത്തിനകത്തേക്ക് സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്സ് ദി അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വോയിസ് സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്കാനർ ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ക്യാപ്ചർ ഇൻഫോർമേഷൻ ലൈക്ക് പിക്ചർ ഓർ ടെക്സ്റ്റ് ആൻഡ് കൺവേർട്ട് ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ്. നമ്മുടെ കയ്യിലൊരു ഫോട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് അത് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ എന്താ പറയുന്നത്, സ്കാനർ. അപ്പോൾ സ്കാനർ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള പിക്ചർ അല്ലെങ്കിൽ ടെക്സ്റ്റ് മാഗസിനൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് സ്കാനർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദി ക്വാളിറ്റി ഓഫ് ദി സ്കാൻഡ് ഇമേജ് ഈസ് മെഷേർഡ് ബൈ DPI. ഒരു സ്കാൻ ചെയ്ത ഇമേജിന്റെ ക്വാളിറ്റി മെഷർ ചെയ്ത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, DPI യൂസ് ചെയ്തിട്ടാണ്. DPI മീൻസ് ഡോട്ട് പെർ ഇഞ്ച്. ഓക്കെ, ഒരു ഇഞ്ച് സ്പേസിൽ ഇത്ര ഡോട്ട്സ് എന്ന രീതിയിലാണ് DPI പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ. Software is used to recognize the printed text in an image scanned and convert into proper text format which can be edited by the text editor. Okay, അതായത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറഞ്ഞാൽ ഒരു മാഗസിനുള്ള ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വൺസ് അഗെയിൻ
OCR നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിന്റഡ് ടെക്സ്റ്റ് സ്കാൻ ചെയ്ത് നോർമൽ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിൽ നിന്ന് വെച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് യൂസ് ചെയ്യുന്ന OCR നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇറ്റ് സ്കാൻസ് എ പ്രിന്റഡ് ഫോം ആൻഡ് റീഡ് predefined positions and records the marks on the form. Okay, mainly using objective type test for quick answering. അതായത് ഒരു സ്പെഷ്യൽ പ്രിന്റഡ് ഫോം ഉണ്ടായിരിക്കും. ഇതാണ് ആ പ്രിന്റഡ് ഫോം, OMR ഷീറ്റ് എന്ന് പറയും. ഓക്കെ, OMR ഷീറ്റ് എന്ന് പറയും. ഓക്കെ, ഈ OMR ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, പേന കണ്ടോ പെൻസിലോ കണ്ടോ നമ്മൾ ബബിൾ ചെയ്യും, ഷാർപ്പായിട്ട് ബബിൾ ചെയ്യും. ഓക്കെ, ഈ ഒരു ഫോം ഒരു സ്പെഷ്യൽ ഡിവൈസിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ മാർക്ക് ചെയ്ത് തന്നെ റീഡ് ചെയ്യും. ഓക്കെ, അതിനാണ് OMR റീഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് സ്കാൻസ് ദി പ്രിന്റഡ് ഫോം ആൻഡ് റീഡ്സ് പ്രീ ഡിഫൈൻഡ് പൊസിഷൻസ് ആൻഡ് റെക്കോർഡ്സ് ദി മാർക്സ് ഓൺ ദി ഫോം. എന്നിട്ട് ആ ഫോമിൻ്റെ മുകളിൽ മാർക്ക് റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ, എവിടെ യൂസ് ചെയ്യുന്നത്, മെയിൻലി യൂസ് ഇൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഫോർ ക്വിക്ക് ആൻസറിങ്. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, OMR ഷീറ്റ് നമുക്ക് OMR റീഡറിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എടുക്കാൻ സാധിക്കും. അതാണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന ഡിവൈസ്. ഓക്കെ, നെക്സ്റ്റ് ബാർകോഡ് റീഡർ. എ ബാർകോഡ് ഈസ് എ വെർട്ടിക്കൽ ലൈൻസ് ഓഫ് ഡിഫറെന്റ് തിക്നെസ് ആൻഡ് സ്പെസിഫൈ ദാറ്റ് റെപ്രസെന്റ് എ നമ്പർ. ഓക്കെ, ഇതാണ് ബാർകോഡ്. വെർട്ടിക്കൽ ആയിട്ട് കുറേ ലൈൻസ് ഉണ്ടായിരിക്കും ഡിഫറെൻറ്റ് തിക്നെസ്സിൽ. ഓക്കെ, ഓരോ ലൈനിലും ഓരോ ഡിഫറെൻറ്റ് നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ബാർകോഡ്. സാധാരണ കേസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ബാർകോഡ് നമ്മുടെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഓക്കെ, അതാണത് ബാർകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ബാർകോഡ് മാത്രമാണ്. ഇനി ബാർകോഡ് റീഡ് ചെയ്യുന്ന ഡിവൈസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ബാർകോഡ് റീഡ് ചെയ്യുന്ന ഡിവൈസ്. ഓക്കെ, ദി ബാർകോഡ് റീഡർ read these vertical lines and is commonly used in shops and supermarkets. Okay, ഈ ഡിവൈസ് എന്താ ചെയ്യാം, ഈ ബാർകോഡിനെ റീഡ് ചെയ്യും. It reduces the errors when manual typing entering of a product details. Okay, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ മാനുവലായി എൻ്റർ ചെയ്യുമ്പോൾ ഒരുപാട് എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു ഡിവൈസ് ചെയ്തിട്ട് ഈ ബാർകോഡ് റീഡ് കഴിഞ്ഞാൽ എറേഴ്സ് തീരെ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ബാർകോഡ് റീഡറിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, എൻ്റർ ചെയ്യുന്ന ടൈമിൽ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ, ബാർകോഡ് റീഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതാണ് ബാർകോഡ് റീഡർ. നെക്സ്റ്റ് QR കോഡാണ്. QR കോഡ് ആൻഡ് QR കോഡ് റീഡർ, ക്വിക്ക് റെസ്പോൺസ് റീഡർ എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ ഫെമിലിയർ ആണ്. ഒട്ടുമിക്ക എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലും QR കോഡ് കാണാറുണ്ട്. ദി QR കോഡ് ഈസ് സിമിലർ ടു ബാർകോഡിന് സിമിലർ ആണ്, ബട്ട് ക്യാൻ സ്റ്റോർ മോർ ഡീറ്റെയിൽസ് ദാൻ ബാർകോഡ് പോലെ തന്നെയാണ്, ബട്ട് ബാർകോഡിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ക്വിക്ക് റെസ്പോൺസ് റീഡർ ഫോമിനകത്ത്, ക്വിക്ക് റെസ്പോൺസ് കോഡിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്കറിയാം ഇതാണ് QR കോഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഡിവൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഡിനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർകോഡ് ആൻഡ് QR കോഡ്. ബാർകോഡ് ക്യാൻ സ്റ്റോർ ഇൻഫോർമേഷൻ സച്ച് ആസ് പ്രൈസ്, കോഡ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, കോഡ്, മാനുഫാക്ചറിങ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും, ബാർകോഡിനകത്ത് ഉണ്ടായിരിക്കും. QR കോഡ് ക്യാൻ സ്റ്റോർ വെബ്സൈറ്റ് ഓഫ് URLs. വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഫോൺ നമ്പർ ഉണ്ടായിരിക്കും, ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും അതിനകത്ത് QR കോഡ്. അതാ പറഞ്ഞത്, ബാർകോഡിനേക്കാളും കൂടുതൽ മോർ ഡീറ്റെയിൽസ് എവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, QR കോഡിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബാർകോഡ് ഓൺലി ഫ്യൂ ഡാറ്റ ക്യാൻ സ്റ്റോർ. വളരെ കുറഞ്ഞ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, QR കോഡ് ക്യാൻ സ്റ്റോർ ലാർജ് വോളിയം ഓഫ് ഡാറ്റ. ഒരുപാട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ, QR കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് MICR. MICR മീൻസ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റിക്കഗ്നീഷൻ ഓർ റീഡർ എന്ന് പറയും. ഓക്കെ, സാധാ കേസ് നമ്മൾ ബാങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. ചെക്ക് ഡീറ്റെയിൽസ്
ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് MI0 നമ്മൾ യൂസ് ചെയ്യുന്നത്. These are used in banks for faster electronic clearing of checks. The lower portion of check contains check number. ഇതാണ് ചെക്ക് നമ്പർ MICR കോഡ്. സ്പെഷ്യൽ ഫോർമാറ്റിൽ സ്പെഷ്യൽ ഇങ്കിലായിരിക്കും എന്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഈ ഒരു നമ്പർ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ച് കോഡ് ഉണ്ടായിരിക്കും, ചെക്ക് നമ്പർ ഉണ്ടായിരിക്കും, ബ്രാഞ്ച് കോഡ് ഉണ്ടായിരിക്കും, ബാങ്ക് കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രിന്റഡ് ഇൻ സ്പെഷ്യൽ ഫോണ്ട് യൂസിങ് ആൻ ഇങ്ക് കണ്ടെയ്നിങ് അയോൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ്. അയോൺ ഓക്സൈഡ് പാർട്ടിക്കിൾ കണ്ടെയ്ൻ ചെയ്ത ഇങ്കിലായിരിക്കും എന്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഈ നമ്പർ, ഈ കോഡ് MICR കോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അത് ഡിവൈസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ചെക്കിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഡീറ്റെയിൽസ്, ചെക്ക് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബാങ്ക് കോഡ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവൈസിൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് MICR നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടെ യൂസ് ചെയ്യുന്നത്, ബാങ്കുകളാണ് സാധാരണ കേസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബയോമെട്രിക് സെൻസറാണ്. ഇത് നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ ആധാർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെയോ കണ്ണിൻ്റെ റൈറ്റിൻ്റെയോ ഇംപ്രഷൻ നമ്മൾ എടുക്കാറുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ബയോമെട്രിക് സെൻസർ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ യൂണിക് ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. നമ്മുടെ യൂണിക്കായി വ്യത്യസ്തമായുള്ള ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബയോമെട്രിക് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് ഫിംഗർ പ്രിൻറ്റ്, റെറ്റിന എക്സെട്ര. ഓക്കെ, അതാണ് ഈ ഡിവൈസ്. നെക്സ്റ്റ് സ്മാർട്ട് കാർഡ് റീഡർ ആണ്. A smart card reader. A smart card is a plastic card that store and transact data. സ്മാർട്ട് കാർഡ് നമുക്ക് ഫെമിലിയർ ആണ്. ഒരു പ്ലാസ്റ്റിക് കാർഡ് മാത്രമാണ്, അതിലൊരു ചിപ്പ് ഉണ്ടായിരിക്കും. ഈ ചിപ്പിനകത്തായിരിക്കും കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടായിരിക്കുക. ദി സ്മാർട്ട് കാർഡ് റീഡർ ഈസ് യൂസ്ഡ് ടു റീഡ് ഡാറ്റ ഫ്രം ദി സ്മാർട്ട് കാർഡ്. ഇതാണ് സ്മാർട്ട് കാർഡ് റീഡർ. ഇത് നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, last one digital camera. We can take a picture and video and convert into digital format. നാച്ചുറൽ ആയിട്ടുള്ള പിക്ചർ ക്യാച്ച് ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ ക്യാമറ. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, നമ്മുടെ കേസിൽ നമ്മൾ സിസ്റ്റത്തിനകത്ത് റിസൾട്ട് ഉണ്ടായിരിക്കും, പ്രോസസ്സിന് ശേഷം റിസൾട്ട് ഉണ്ടായിരിക്കും. ആ റിസൾട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. An output device are used to take the result from the system. സിസ്റ്റത്തിൽ നിന്ന് റിസൾട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ നമുക്ക് വരുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് പറയുന്നു. ഓക്കെ, ദി ഔട്ട്പുട്ട് ജനറേറ്റഡ് ഇൻ 2 മെത്തേഡ്സ്. നോർമൽ കേസിൽ ഔട്ട്പുട്ട് 2 രീതിയിലാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് സോഫ്റ്റ് കോപ്പി ആൻഡ് ഹാർഡ് കോപ്പി. വൺസ് അഗെയിൻ ഔട്ട്പുട്ട് നമുക്ക് 2 രീതിയിൽ അവൈലബിൾ ആയിരിക്കും. ഒന്ന് സോഫ്റ്റ് കോപ്പി എന്ന രീതിയിലും ഒന്ന് ഹാർഡ് കോപ്പി എന്ന രീതിയിലും. ഓക്കെ, സോഫ്റ്റ് കോപ്പി പറഞ്ഞു കഴിഞ്ഞാൽ ദി ഔട്ട്പുട്ട് അവൈലബിൾ ത്രൂ ദി വീഡിയോ സ്ക്രീനിലൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, നോർമൽ കേസിൽ മോണിറ്ററിൽ നമുക്ക് എന്ത് കാണാം, സിസ്റ്റത്തിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റ നമുക്ക് മോണിറ്റർ മോഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ മോണിറ്ററിൻ്റെ മോഡിൽ സ്ക്രീനിൻ്റെ മോഡിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് പറയുന്നത് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ് കോപ്പി എപ്പോഴും എന്തായിരിക്കും, ടെമ്പററി ഔട്ട്പുട്ട് ആയിരിക്കും. എന്തായിരിക്കും, ടെമ്പററി ഔട്ട്പുട്ട് ആയിരിക്കും. കാരണം മോണിറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കാണാൻ സാധിക്കില്ല. അതിന് നമുക്ക് എന്താണ് ടെമ്പററി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാർഡ് കോപ്പിയാണ്. ഹാർഡ് കോപ്പി പറഞ്ഞാൽ ദി ഔട്ട്പുട്ട് അവൈലബിൾ ത്രൂ ദി പ്രിന്ററിലൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് ഒരു പേപ്പറിലേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായിരിക്കും ഇത് ഹാർഡ് കോപ്പി. ഹാർഡ് കോപ്പി എപ്പോഴും എന്തായിരിക്കും, പെർമനന്റ് ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് പ്രിന്റർ വഴി പേപ്പറിലൂടെ നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, പെർമനന്റ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഔട്ട്പുട്ട് ഉണ്ട്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ആൻഡ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. ഓക്കെ, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് പറഞ്ഞാൽ വീഡിയോ സ്ക്രീൻ മോണിറ്ററിലൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ദാറ്റ് ഇസ് കാൾഡ് സോഫ്റ്റ് കോപ്പി. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ പ്രിന്ററിൻ്റെ ഔട്ട്പുട്ട്, പ്രിന്ററിലൂടെ നമുക്ക് പേപ്പറിലൂടെ എടുക്കുന്ന ഔട്ട്പുട്ടിന് പറയുന്ന പേരാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ പറയുന്നത് ഒരു പോയിന്റ് ആണ്. എ കോമൺ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അതായത് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന സോഫ്റ്റ് കോപ്പി ഏതിലൂടെ കിട്ടുന്നത്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിലൂടെയാണ്. അത് VDU. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ, മോണിറ്റർ ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്
VDU കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് എ കോമൺ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് പ്രിന്റർ. നമ്മുടെ കേസിൽ കോമൺ ആയിട്ട് ഹാർഡ് കോപ്പി ഏതിലൂടെ നമ്മൾ എടുക്കുന്നത്? പ്രിന്ററിലൂടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് കോപ്പി എടുക്കുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിലൂടെയും ഹാർഡ് കോപ്പി എടുക്കുന്നത് പ്രിന്റർ യൂണിറ്റിലൂടെയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡിസ്പ്ലേസ്, അതായത് VDU ഡിസ്പ്ലേസ് ദി ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻഫോർമേഷൻ. അതായത് ടെക്സ്റ്റിനെയോ ഗ്രാഫിക്സിനെയോ വീഡിയോ ഇൻഫോർമേഷനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് VDU നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി VDU ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ CRT, കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് എന്താണ്? ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ആണ്. ഓക്കെ, ഫ്ലാറ്റ് പാനൽ മോണിറ്റർ. ഓക്കെ, ഈ ഫ്ലാറ്റ് പാനൽ മോണിറ്ററിന് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. LCD, നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ. നെക്സ്റ്റ് LED, അത് നമുക്ക് ഫെമിലിയർ ആണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ പറയും. ഓക്കെ, നെക്സ്റ്റ് പ്ലാസ്മ മോണിറ്റർ, നമുക്ക് അത്ര ഫെമിലിയർ അല്ല എങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലാണ് എന്ത് അവൈലബിൾ ആവുന്നത്? ഫ്ലാറ്റ് പാനൽ അവൈലബിൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് LCD പ്രൊജക്ടർ ഔട്ട്പുട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് എന്താണ് VDUയിൽ വരുന്ന കാറ്റഗറീസ്. ഓക്കെ, ഇനി CRT എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തേക്കാം. കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തേക്കാം. ഇത് നമ്മുടെ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. CRTയും ഫ്ലാറ്റ് പാനൽ മോണിറ്റർ നമ്മുടെ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ CRT കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അല്ല കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്താ നോക്കാം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ കളർ മോണോക്രോം ഗ്രേ സ്റ്റൈൽസ്. ഓക്കെ, CRT നമുക്ക് സാധാ കേസിൽ അവൈലബിൾ ആവുന്ന കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഗ്രേ സ്റ്റൈലും നമുക്ക് അവൈലബിൾ ആണ്. വളരെയധികം ഫെമിലിയർ ആയിരിക്കും. ഇത് കുറച്ച് മുന്നേ കാലങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു മോണിറ്ററാണ് എന്ത്? കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ. ഓക്കെ, ഇതിന് പ്രത്യേകം എന്താണ്? ബൾക്ക് ഇൻ സൈസ്, ഹൈ പവർ കൺസംഷൻ, നോട്ട് പോർട്ടബിൾ, ക്ലിയർ കളർ കോമ്പിനേഷൻ. ഇതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. നമ്മുടെ കേസിൽ കാണുന്ന ഇതാണ് കാഥോഡ് റേ ട്യൂബ്. പിക്ചർ ട്യൂബ് വെച്ച് ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. പിക്ചർ ട്യൂബ് ഉള്ളതുകൊണ്ട് എന്താണ്? ഇത് സൈസ് കൂടും, ബാക്കിലേക്ക് സൈസ് ഉണ്ടായിരിക്കും. അതാണ് ബൾക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് പ്രത്യേക ഹൈ പവർ കൺസംഷൻ. ഇതിന് വളരെയധികം കറണ്ട്, ഇലക്ട്രിസിറ്റി ഒരുപാട് അധികം യൂസ് ചെയ്യും. പിന്നെ പോർട്ടബിൾ അല്ല. പോർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊണ്ടുപോകാൻ അത്ര ഈസി അല്ല. അതാണ് നോട്ട് പോർട്ടബിൾ എന്ന് പറയുന്നത്. ദെൻ ഇതിനൊരു അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ, ക്ലിയർ കളർ കോമ്പിനേഷൻ ആണ്. വളരെ കറക്റ്റ് കളർ കോമ്പിനേഷൻ ആയിരിക്കും എന്തിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്? ഈ സ്ക്രീനിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഇതാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്ററിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാറ്റ് പാനൽ മോണിറ്റർ ഉണ്ട്. ഓക്കെ, ഫ്ലാറ്റ് പാനൽ മോണിറ്ററും കാഥോഡ് റേ ട്യൂബും നമ്മൾ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ബൾക്ക് ഇൻ സൈസ്, ഹൈ പവർ കൺസംഷൻ, നോട്ട് പോർട്ടബിൾ ആൻഡ് കളർ കോമ്പിനേഷൻ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി ഫ്ലാറ്റ് പാനലിൻ്റെ പ്രത്യേകത ആ തിന്നർ, തിക്ക് കുറവായിരിക്കും. ലൈറ്റ് ഇൻ വെയിറ്റ്, കുറഞ്ഞ വെയിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. കൺസ്യൂം ലെസ് പവർ, വളരെ കുറഞ്ഞ പവറേ കറണ്ട് യൂസ് ചെയ്യുള്ളൂ ഫ്ലാറ്റ് പാനൽ മോണിറ്റർ. ഇപ്പോൾ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്നത് എല്ലാം ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ്. കംപ്ലീറ്റ് എന്താ യൂസ് ചെയ്യുന്നത്? ഫ്ലാറ്റ് പാനൽ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അതിൻ്റെ സബ് കാറ്റഗറീസ് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡ് ക്രിസ്റ്റൽ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 പ്ലാസ്റ്റിക് പ്ലേറ്റ്സ്. ഓക്കെ, 2 പ്ലാസ്റ്റിക് പ്ലേറ്റ്സ്. ഇതൊരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണ്, ഇതൊരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ആണ്. പിന്നെ സെൻറ്ററിൽ എന്തുണ്ടായിരിക്കും? സാൻഡ്വിച്ച് എന്ന രീതിയിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സിംഗ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടിയാണ് ഇമേജ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ലെയർ ഇത്, ബാക്ക് ലെയർ ഇത്, പിന്നെ നടുവിൽ എന്തുണ്ടായിരിക്കും? ഒരു ക്രിസ്റ്റൽ ലിക്വിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിലൂടെ ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് LCD മോണിറ്റർ. ഓക്കെ, നമുക്ക് വളരെയധികം ഫാമിലിയർ ആണ്. അടുത്തത് LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED നമുക്ക് വളരെയധികം ഫാമിലിയർ ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, സ്ക്രീൻ ഇതുപോലെ തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ ടെക്നോളജിയിലെ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇറ്റ് യൂസസ്, ഇവിടെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ക്രിസ്റ്റലാണ്, ഇവിടെ യൂസ് ചെയ്യുന്ന LED, ചെറിയ ടൈനി LED ഗ്രൂപ്പ്സ് ആണ്
യൂസ് ചെയ്തിരിക്കുന്നത് ഇമേജസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഡിഫറെൻറ്റ് കളറിലുള്ള ധാരാളം LED-കളായിരിക്കും സ്ക്രീനിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്, ബട്ട് ബെറ്റർ കളർ ക്വാളിറ്റി കൂടും, ഫാസ്റ്റർ റീഫ്രഷ് റേറ്റ്സ് ആൻഡ് പവർ സേവിങ്. വളരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻ റീഫ്രഷ് ചെയ്യപ്പെടും. പിന്നെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത് പവർ, വളരെ കുറഞ്ഞ പവർ യൂസ് ചെയ്യുന്നുള്ളൂ LED-ക്കകത്ത്. ഓക്കെ, then പ്ലാസ്മ മോണിറ്റർ. മറ്റൊരു ടൈപ്പ് മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ. എക്സ്പെൻസീവായ മറ്റൊരു മോണിറ്ററാണ് പ്ലാസ്മ മോണിറ്റർ. എ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ കൺസിസ്റ്റ് ഓഫ് സാൻഡ്വിച്ചിങ്. ഇവിടെ സാൻഡ്വിച്ചിങ് രൂപത്തിലാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന നിയോൺ ഗ്യാസ്. 2 പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ഉണ്ടാവും, അതിന് നടുവിൽ എന്തായിരിക്കും? നിയോൺ ഗ്യാസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ബിറ്റ്വീൻ 2 സീൽഡ് ഗ്ലാസ് പ്ലേറ്റ്സ്. അവിടെ ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്, അതിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടായിരിക്കും? നിയോൺ ഗ്യാസ് ഉണ്ടായിരിക്കും, സാൻഡ്വിച്ച് എന്ന രീതിയിൽ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ റെസൊല്യൂഷൻ. വളരെ ഹൈ റെസൊല്യൂഷൻ ആയിരിക്കും പ്ലാസ്മ മോണിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്, ബട്ട് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, മോണിറ്റർ കാണാൻ ഇതുപോലെ തന്നെ ആയിരിക്കും, ടെക്നോളജിയിൽ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ദെൻ OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED എന്നാണ്, ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ് OLED. ഈസ് മെയ്ഡ് അപ്പ് മില്യൺസ് ഓഫ് ടൈനി LEDs. ധാരാളം ചെറിയ LEDs ഗ്രൂപ്പാക്കി വെച്ചിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസ് ബെറ്റർ ക്വാളിറ്റി ഇമേജസ്. വളരെ ക്ലിയർ ഇമേജസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് കൺസ്യൂം ലെസ് പവർ. വളരെ കുറഞ്ഞ പവറേ യൂസ് ചെയ്യുന്നുള്ളൂ, ബട്ട് എക്സ്പെൻസീവ്. ബട്ട് എന്താണ്? എക്സ്പെൻസീവ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് ഫ്ലാറ്റ് പാനൽ വരുന്നത്. ഓക്കെ, വൺസ് അഗൈൻ ഫ്ലാറ്റ് പാനൽ വരുന്നത് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ, LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ, പ്ലാസ്മ മോണിറ്റർ. നെക്സ്റ്റ് വൺ OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേക്കകത്ത് വരുന്നത്. ഓക്കെ, ദെൻ സോഫ്റ്റ് കോപ്പിക്കകത്ത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് കൂടെ ഉണ്ട്, അതാണ് LCD പ്രൊജക്ടർ. ഇത് നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വീഡിയോ പ്രൊജക്ടർ ഫോർ ഡിസ്പ്ലേയിങ് വീഡിയോ ഓർ ഇമേജ് ഓർ കമ്പ്യൂട്ടർ ഡാറ്റ ഓൺ ലാർജ് സ്ക്രീൻ ഓർ അതർ ഫ്ലാറ്റ് സർഫേസ്. ഫ്ലാറ്റായി കിടക്കുന്ന സർഫേസിൽ വളരെ വലിയ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോ ഡിസ്പ്ലേ ചെയ്യിക്കാം, ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യിക്കാം, കമ്പ്യൂട്ടർ ഡാറ്റയൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് LCD പ്രൊജക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഏത് കാറ്റഗറിക്കകത്ത് വരുന്നത്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിനകത്ത് വരുന്ന ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ.